സഹാബത്തിന്റെ കാലത്തിന് ശേഷമായിട്ട് നമ്മുടെ കേരളത്തിൽ ദീനിന് വേണ്ടി പ്രവൃത്തി മഹ്ദൂം കുടുംബത്തിൽ പഴയ കാലത്തിന്റെ വലിയ വലിയ പണ്ഡിതന്മാരും അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളുമാകുന്നു ധാരാളം ആളുകൾ. ഇങ്ങനെയുള്ള മഹാന്മാരെ പ്രവർത്തനം ഇല്ലാതായി പോയപ്പോൾ ഇവിടെ ബിദഈ പ്രസ്ഥാനക്കാരുടെ കടന്നു കയറ്റം ഇവിടെ മുജാഹിദ് ജമാഅത്ത് പോലെയുള്ള ബിദഈ പ്രസ്ഥാനക്കാർ, അതുമായി തന്നെ പിഴച്ച തെരീക്കത്തുകാർ, അവരുടെ പിന്നിൽ ജനങ്ങൾ അണിനിരക്കാൻ തുടങ്ങി. അതേ സമയത്ത് അള്ളാഹുവിൻ്റെ ദീനിനെ രക്ഷിക്കേണ്ട കടമ, സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കേണ്ട കടമ പണ്ഡിതന്മാർ കണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അക്കാലത്തുള്ള മഹാപണ്ഡിതന്മാർ, മഹാനായ ബരക്കൽ മുല്ലക്കോയത്തങ്ങൾ അള്ളാഹുവിൻ്റെ വലിയാണ്, ആരിഫാണ്, മഹാപണ്ഡിതനാണ്, എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ കീഴിൽ പണ്ഡിതന്മാരെല്ലാവരും അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ യോഗം ചേർന്ന് ഒരു സംഘടനയ്ക്ക് രൂപം നൽകി. ആ സംഘടനയാണ് ഇപ്പോൾ സമസ്ത കേരള ജമിഅത്ത്. 86 കൊല്ലം മുതൽക്ക് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മഹത്തായ സംഘടനയാണ് സമസ്ത. ഈ സമസ്ത മഹത്തായ സംഘടന അതിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെയുള്ള ആൾക്കാരൊക്കെയും സൂഫി വര്യന്മാരും അതുമാതിരി തന്നെ കൽബ് ശുദ്ധിയാവരും വിജ്ഞാനത്തിൻ്റെ സമുദ്രങ്ങളിൽ ബർക്കത്തിൻ്റെ സംഘടന. ഈ സംഘടന നിലനിൽക്കണം, അതിനുവേണ്ടി പ്രവർത്തിക്കണം, എല്ലാവരും അതിൻ്റെ പിന്നിൽ അണിനിരക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ ഉപദേശിക്കും ചെയ്യാൻ. ആധുനിക സാങ്കേതിക വിദ്യയും സോഷ്യൽ നെറ്റ്വർക്കുകളും മീഡിയകളുമൊക്കെ ദഅ്വ രംഗത്ത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമെന്നാണ് ഉസ്താദിന്റെ പക്ഷം. പുത്തൻ സംവിധാനങ്ങൾക്ക് പുറം തിരിഞ്ഞു നിൽക്കുന്നവരാണ് പണ്ഡിതന്മാർ എന്ന് പറയുന്നവർക്കുള്ള മറുപടി കൂടിയാണിത്. ഇതുകൊണ്ടുണ്ടാകും ദീനിയ ദേവത്തെ. ഇതുകൊണ്ട് എല്ലാവരും ദീനിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും കഴിയുന്നുണ്ട്. ഒരിക്കലും അതിനെ എതിർക്കാൻ പറ്റില്ല. അതുണ്ടാവേണ്ടത് തന്നെയാണ്. എല്ലാവരും അംഗീകരിച്ചതാണ്. സമസ്ത ഇതിനെതിരില്ല. സമസ്തന്റെ എല്ലാ ആശയങ്ങളും